സ്വന്തം രഹസ്യമായിട്ടുള്ള ഈ രാമതത്വത്തെ ഇവിടെ ഉപദേശിക്കണു. അപ്പോൾ അതിൽ പറയേണ്ടത് അതീവ രഹസ്യമാണ് എന്നിട്ടാണ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞത്. പരസ്യമായിട്ട് പറഞ്ഞു, പക്ഷേ രഹസ്യമാണ്. കാരണം അത് പറഞ്ഞാലും അത് ഉള്ളിലെ ആ മനോമാലിന്യങ്ങളൊക്കെ തീർന്ന് ചിത്തം തെളിഞ്ഞവനെ അതിന് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? ഈ ഒരു രാമതത്വം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമ്മുടെ എല്ലാത്തിനും നമ്മുടെ കൂടെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ വിധത്തിൽ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് നടക്കാൻ കാരണായ ഭഗവാനാണ്. അവിടെ ഇരുന്നോളൂട്ടാ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഭഗവാനാണ്. ആ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ടാണ് ഓരോന്നും വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് എന്നുള്ള പരമാർത്ഥത്തെ എത്രയോ സത്സംഗങ്ങളിലൂടെ എത്രയോ മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ചെവിയിലേക്ക് എത്തിയാലും ഇതൊക്കെ ഇപ്പോൾ ഇവർ കേട്ടു. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം രാമനെ ചിന്തിച്ച് കരയുണ്ടാവും. കാരണം കേൾക്കുമ്പോൾ തോന്നും ഒക്കെ ശരിയാ അല്ലേ? നമ്മളിവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കണു, ഇവിടെ ആ ഭാഗവതം കേട്ടതോട് കൂടിയിട്ട് വിചാരിച്ചു ഇനി ഞാൻ ഇതനുസരിച്ചിട്ട് ജീവിക്കലൊക്കെ ശരിയാന്ന്. അത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ നമ്മളെന്ത് ചെയ്തു? ആ ഭാഗവതം അവിടെ അടച്ചു വെച്ചിട്ട് ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ ഭാഗവതത്തിനെ മറന്നു, വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി. അത് നമ്മളുടെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. കാരണം ഇതിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തവർക്കിത് അറിയാനോ ഈശ്വരനെ അനുഭവിക്കാനോ സാധിക്കില്ല. ഓരോരോ കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെയാണ്. ഭഗവാന്റെ ആ കാരുണ്യം ചില നേരത്തെ നമുക്ക് അത്ഭുതമാവും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്ന് വിചാരിച്ചാൽ, കല്യാണത്തിൻ്റെ സമയത്ത് ഗുരുവായൂർ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോയി തൊഴാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇനി ഒരിക്കൽ വന്ന് തൊഴാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ കാര്യം, ഗുരുവായൂർ പ്രഭാകരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമർപ്പണമാണ്, അപ്പോൾ മോള് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ അച്ഛൻ ഏത് വർഷമാണോ ഈ ഭൂമിയിൽ നിന്ന് ശരീരം ഉപേക്ഷിച്ചത് അതേ വർഷം തന്നെ ആ ഒരു ഒക്ടോബറിൽ കിട്ടിയ അച്ഛനാണത്. അപ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് അതേ അവസ്ഥയിലാണ്. അപ്പോൾ അച്ഛൻ വിളിക്കുന്ന പോലെ തന്നെ അദ്ദേഹം വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന്